അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ശഅബാൻ മാസം 27 ഞായറാഴ്ച. ഈ തിങ്കളും ചൊവ്വയും കഴിഞ്ഞാൽ ഒരുപക്ഷെ നാം റമദാനിൽ എത്തിച്ചേരും. റമദാൻ കൊണ്ട് അഥവാ നോമ്പുകൊണ്ട് നാം നമ്മെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഭക്ഷണം അടുത്തുണ്ടായിട്ടും നാം കഴിക്കാതെ നിന്നല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുത് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നാം ഇണയാക്കിയ നമ്മുടെ ഇണ നമ്മുടെ അടുത്തുണ്ടായിട്ടും നമുക്ക് തെറ്റുപറ്റിയില്ലല്ലോ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നാം മാറി നിന്നില്ലേ? അതുപോലെ നമ്മെ നിയന്ത്രിക്കാൻ നമുക്ക് ഈ നോമ്പിലൂടെ സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ലൈസ ശദീദു ബിസ്സുർഅതി ഇന്നമ ശദീദു അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി. ലൈസ ശദീദു ബിസ്സുർഅതി, ഗുസ്തിയിൽ ജയിച്ച് കയറുന്നവനല്ല യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത്. ഇന്നമ ശദീദു, തീർച്ചയായും ശക്തൻ, അല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബി, കോപം വരുമ്പോൾ സ്വന്തത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നവനാണ്. കോപം വന്നപ്പോൾ ഞാൻ ചെയ്തു പോയി, ദേഷ്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി എന്നൊക്കെ ചിലർ പറയാറുണ്ട്. വിശ്വാസി പക്ഷേ അങ്ങനെ പറയില്ല. അവന് ദേഷ്യം വന്നാൽ സ്വന്തത്തെ നിയന്ത്രിക്കാൻ സാധിക്കും. ആ നിയന്ത്രണം നോമ്പിലൂടെ ആർജിച്ചെടുക്കാൻ വിശ്വാസിക്ക് സാധിക്കും. ഓരോ പ്രാവശ്യവും നോമ്പ് വരുമ്പോൾ ആവർത്തിച്ച് വരുമ്പോൾ അവൻ അതിൽ കൂടുതൽ ഉത്സുകനാവുകയും ശക്തനാവുകയും ചെയ്യും. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, അൻ അബി ദർദാഇൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ ഷൈഇൻ അസ്ഖല ഫി മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുൽഖി. മാ മിൻ ഷൈഇൻ അസ്ഖല ഫി മീസാനിൽ മുഅ്മിനി. ഒരു വിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്നത് അന്ത്യനാളിൽ യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ മിൻ ഹുസ്നിൽ ഖുൽഖി, സൽസ്വഭാവത്തെക്കാൾ മേലെയായി മറ്റൊന്നുമില്ല എന്നാണ്. അന്ത്യനാളിൽ ഒരു വിശ്വാസിയുടെ തുലാസിൽ സൽസ്വഭാവത്തെക്കാൾ കനം തൂങ്ങുന്ന മറ്റൊന്നുമില്ല എന്ന് തുർമുദി ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായി മാറണം. നമ്മെ പറ്റി ആർക്കും ഒരു പരാതിയും ഉണ്ടാവരുത്. ആ പരാതി അടച്ചുകൊണ്ട് നമ്മെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന വിശ്വാസിയായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.